പ്രൈസ് ദി ലോർഡ്. JCNDSD യൂട്യൂബ് ചാനലിൽ അപ്പസ്തോലിക ഉപദേശ പ്രകാരമുള്ള ഏക ദൈവത്തെയും പാപങ്ങളുടെ മോചനത്തിനായി ആദിമസഭ നടത്തിക്കൊണ്ടിരുന്നതും അപ്പോസ്തലന്മാർ യെരുസലേമിൽ വെച്ച് ആരംഭിച്ചതുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചന സ്നാനത്തെയും യഥാർത്ഥ ദൈവസഭയുടേതായ അടിസ്ഥാന ഉപദേശങ്ങളെയും കേട്ടുവരുന്ന ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ പതിവ് പോലെ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക് നടന്നു വരുന്ന ലൈവ് പ്രോഗ്രാമുകളുടെ ഭാഗമായി ഈ രാത്രിയിൽ ഞങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കപ്പുറം ബഹുമാന്യ പെന്തക്കോസ്ത് ഉപദേശി അനീഷ് കാവാലം ഒരു പ്രസംഗവേദിയിൽ അദ്ദേഹം യേശുക്രിസ്തുവിന്റെ നാമത്തെ തുച്ഛീകരിച്ചും മറ്റൊരു വേദിയിൽ യേശു മാത്രം രക്ഷകനെന്ന് പുതുപ്പള്ളിയുടെ MLA ചാണ്ടി ഉമ്മനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടും സംസാരിക്കുന്നതും തുടർന്ന് ചാണ്ടി ഉമ്മൻ പാപങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായി ശബരിമല ചവിട്ടുന്നതുമായ 3 ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുവാനാണ് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ കർത്താവിൽ ആശ്രയിക്കുന്നത്. ബഹുമാന്യ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് കാവാലം അദ്ദേഹത്തെ താൻ വിളിച്ചു വരുത്തിയ ഓഡിയൻസിനോട് അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയ സംഘാടകരോട് അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, സ്നാനം അപ്പോസ്തല പ്രവൃത്തി സ്നാനം മത്തായിയുടെ സുവിശേഷം 28:19 പ്രകാരമാണ് സ്നാനം കഴിക്കേണ്ടതല്ല, യേശുവിന്റെ നാമത്തിൽ മുങ്ങേച്ച് വരരുത് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ തുടങ്ങി ചാണ്ടി ഉമ്മനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് യേശുക്രിസ്തു മാത്രമാണ് ദൈവമെന്നും യേശുക്രിസ്തു മാത്രമാണ് രക്ഷകനെന്നും പറയുന്ന രണ്ടാമത് വീഡിയോ. ഇത് കേട്ട ചാണ്ടി ഉമ്മൻ തന്റെ ഓഡിയൻസിനെ അല്ലെങ്കിൽ തന്റെ തന്റെ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ടേഴ്സിനെ വർദ്ധിപ്പിക്കേണ്ടതിന് വേണ്ടി ശബരിമലയിൽ പോയ ദൃശ്യങ്ങളെ പകർത്തിയ മറ്റൊരു വീഡിയോയും കൂടിയാണ് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ ഞങ്ങളുടെ പ്രസന്റേഷൻ ആധാരമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അല്പസമയത്തിനകം അനീഷ് കാവാലം അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയ ഒരു പെന്തക്കോസ്ത് വേദിയിൽ സ്നാനത്തെ സംബന്ധിച്ച് നടത്തുന്ന വിഷയത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ സംസാരിക്കുകയും തുടർന്ന് വരുന്ന വീഡിയോയിൽ ചാണ്ടി ഉമ്മനോട് യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ, യേശുക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറയുന്ന മറ്റൊരു വീഡിയോ ഉണ്ട്. അതുകൂടാതെ അവസാനത്തെ വീഡിയോയുടെ ഭാഗമായി കേരളത്തിലേതോ പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രമായ ശബരിമല ക്ഷേത്രത്തിൽ പാപങ്ങളുടെ ഭാണ്ഡക്കെട്ട് ചുമന്നുകൊണ്ട് അനേകം പാപികളുടെ കൂടെ ചാണ്ടി ഉമ്മൻ എന്ന പുതുപ്പള്ളി MLA നടന്നു നീങ്ങുന്ന ദൃശ്യത്തോടു കൂടി അതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി ആദ്യത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്യുകയാണ്, നിങ്ങൾ കാണുക. സഭയെ ചേർക്കാൻ യേശു വീണ്ടും വരും. ആ സഭയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. സഭയുടെ അടുത്ത നടപടിക്രമം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അല്ലാതെ യേശുനാമത്തിൽ മുങ്ങി വെച്ച് വിടുതലാന്നും പറഞ്ഞ് നടന്നാലൊന്നും അംഗീകരിക്കുകയല്ല. യേശുനാമത്തിൽ മുങ്ങിയാച്ച് പിന്നെ ഞാൻ മുങ്ങുകയും ചെയ്തു. ഒത്തിരി പേര് വേദപുസ്തകത്തിലെ പ്രമാണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. യേശു അങ്ങനെ പറഞ്ഞത്. യേശുവിനേക്കാളും വലിയ പൊന്നുമോനൊന്നും ഇല്ലല്ലോ. യേശു അങ്ങനല്ലയോ പറഞ്ഞു. എന്നാ ഒരു മനപ്രയാസം പോലെ എന്നെ പറ്റി ഇത് പറയാനല്ലേ എന്നെ വിളിച്ചേ? പിന്നെ എന്നെ പറ്റി ഇത് പറയാനല്ലേ എന്നെ വിളിച്ചേ? പിന്നെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്ന്. അതുകൊണ്ടും തീർന്നില്ല, ആത്മസ്നാനം പ്രാപിക്കണം. നമുക്ക് അനുഗ്രഹിക്കും. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ കണ്ട വീഡിയോയെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതിന് വേണ്ടി ഒരു പവർ പോയിന്റ് പ്രസന്റേഷനുമായിട്ട്
ബഹുമാന്യ കർത്തൃദാസൻ വിൽസൺ ബെഞ്ചമിൻ ദുബായിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ വീഡിയോയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പ്രസ്താവിക്കുകയും തുടർന്ന് അതിനോടനുബന്ധിച്ചുള്ള ബൈബിളിൽ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാസ്റ്റർ ജോയ് കെ ജോസഫും ബ്രദർ സൈമൺ എന്നിവരും പിന്നാലെ ഈ വീഡിയോകളുമായി അവരുടെ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ സമയത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ പാസ്റ്റർ അനീഷ് കാവാലം അവിടെ പറയുന്ന ഒരു കാര്യം, ഞാനൊരു ചെറിയ പോയിന്റ് പ്രസന്റേഷനിലൂടെ ഇത് കാണിക്കാൻ ആഗ്രഹിക്കുക. അപ്പം നമ്മുടെ ബ്രദർ അനീഷ് കാവാലം ഇവിടെ പറയുന്ന ഒരു കാര്യം വെച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആണ് സ്നാനപ്പെടേണ്ടത്. അതനുസരിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഈ വചനം കാണുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊടുത്തു. അവിടെ നമ്മൾ കാണുന്നു ഇവിടെ ഒരു നാമം ഒരു ഏകനാമമാണെന്നാണ് വചനം നമുക്ക് കാണിച്ചു തരുന്നത്. നാമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകവചനമാണ്, അവിടെ ഏകനാമം മാത്രമേ ഉള്ളൂ. ഇവിടെ അനീഷ് കാവാലം പറയുന്ന രീതി വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധ ആത്മാവ് ഇത് 3 വ്യക്തികളാണെന്നും ഇത് 3 കൂടാതെ ഒരു ദൈവം പൂർണ്ണമാകത്തില്ലെന്നും ആ ദൈവത്തിന് ഒരു നാമമുണ്ടെങ്കിൽ അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും എന്ന പദവികളുടെ നാമമാണ് ആ നാമം. ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ, പുത്രൻ മാത്രം ദൈവമല്ല, പുത്രൻ മാത്രമായിട്ട് നമുക്ക് ദൈവം എന്ന് പറയാൻ പറ്റത്തില്ല. ഏകദേശം നമ്മൾ ഒരു കണക്കിന്റെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ദൈവമേ ആകത്തുള്ളൂ എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്ന ഒരു ആശയം. ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ ഇവർ പറഞ്ഞു വരുന്ന ഒരു ആശയം നമ്മൾ എടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അടുത്ത വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ പിന്നെ നമുക്ക് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ പിന്നീട് തുടരാം. എന്തുകൊണ്ട് അദ്ദേഹം അടുത്ത വീഡിയോയിൽ വേറൊരു രീതിയിൽ പറയുന്നു, ഇതാണ് ഞങ്ങൾ എപ്പോഴും എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവരെപ്പോഴും ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളോട് ഒരു സ്ഥലത്ത് വേറൊരു രീതിയിൽ അവർ പറയുകയും നമ്മൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ആ രീതി മൊത്തത്തിലൊന്ന് മാറുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. ഞാന് പ്രത്യേകിച്ച് അനീഷ് കാവാലം സംസാരിച്ച വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സംഗതി, ആ മനുഷ്യനൊരു അവസരവാദിയാണ്. അദ്ദേഹം അവസരവാദപരമായിട്ട് അതറിയാതെ പറയുന്നതാണോ അതോ അദ്ദേഹത്തിലുള്ള ദുരാത്മാവ് പറയിപ്പിക്കുന്നതാണോ, തികച്ചും അത് തന്നെയായിരിക്കാം ശരി. കാരണം ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ അനീഷ് കാവാലൻ WME വേൾഡ് മിഷൻ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന കരിയമ്പാവുള്ള ജനറൽ കൺവെൻഷനിൽ പുള്ളി വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചു, യേശു മാത്രം ദൈവം, യേശു അല്ലാതൊരു ദൈവമില്ല. അങ്ങനെ പല പല സന്ദർഭങ്ങളിൽ ഈ മനുഷ്യൻ പ്രസംഗിച്ചതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശുക്രിസ്തുവിന്റെ നാമത്തിനെതിരെ, യേശുക്രിസ്തു നാമത്തെ പുച്ഛിച്ച് അദ്ദേഹം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിലുള്ള ആത്മാവ് ഏതാണെന്ന് സാധാരണ ജനങ്ങൾ തിരിച്ചറിയണം. കാരണം അദ്ദേഹത്തിന്റെ ആത്മാവ് യഥാർത്ഥ ആത്മാവാണെങ്കിൽ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം തെറ്റാണെന്ന് പറയില്ല. കാരണം വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ദൈവജനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വാക്ക്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ഏതാണെന്ന് വെളിവായി. ഇവര് ചെയ്യുന്നത് എന്താണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന അക്ഷരം പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഈ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന് ഒരു നാമം ഉണ്ടെങ്കിൽ ആ നാമം പറഞ്ഞു വേണം വെള്ളത്തിൽ അവരെ സ്നാനപ്പെടുത്തുവാൻ. ഇത് ആ നാമം പറയുന്നില്ല.
ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുക്കുന്നു എന്ന് പറയുന്നു. നാമം അവിടെ പറയുന്നില്ല. അപ്പോൾ ഒരു വഞ്ചനയിലേക്ക് അനേകായിരങ്ങളെ കടത്തിവിടാൻ വേണ്ടി ദുരാത്മാവിനാൽ പ്രേരിതരായിരിക്കുന്ന ഇപ്രകാരമുള്ള സുവിശേഷകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷക്കാരാണ്. അക്ഷരം കൊല്ലുന്നു, ഇവർക്ക് അനേകരെ കൊല്ലാൻ സാധിക്കും. അപ്പൊ അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള അക്ഷരം പറഞ്ഞ് മുക്കുന്നവര് ജനങ്ങളെ വഞ്ചിക്കുക ചെയ്യുന്നു. എന്നാൽ അതിന്റെ ആത്മീയാർത്ഥം എന്താ? ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു നാമമുണ്ടെന്നും ആ നാമത്തിൽ വേണം സ്നാനപ്പെടാനും പെടുവാൻ എന്ന ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ കണ്ണ് നിന്നെ കിടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളയാൻ. അങ്ങനെയെങ്കിൽ ഇവർ ചൂഴ്ന്നെടുത്ത് കളയുമോ? അതുപോലെ തന്നെ എന്റെ നാമത്തെ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. ഒരു പൈശാചിക ബാധിതന്റെ അടുക്കൽ ചെന്നിട്ട് എന്റെ നാമത്തിൽ പോ പിശാചി എന്ന് ഇവർ പറയുമോ? അവിടെ എന്തിന് യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നു? അപ്പൊ ഇവരെ സംബന്ധിച്ച് പറഞ്ഞ് ഇവർ അവസരവാദികളാണ്. ഇവരെ ഭരിക്കുന്ന ആത്മാവ് പൂർണ്ണമായി പരിശുദ്ധാത്മാവിൻ്റെതല്ല. യേശുവിനെ നിഷേധിക്കുന്ന ഏതൊരുവന്റെയും ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ അല്ല. പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുന്നവരാണ് ഇവര് ഒരിക്കലും ദൈവസഭയുടെ അംഗങ്ങളുമല്ല. അതുകൊണ്ട് ഈ അന്ത്യകാലത്തെങ്കിലും കൂടെ നടക്കുന്ന ഗുണ്ടാ കളിക്കാനും ഇവർക്ക് വേണ്ടി വലിയ ഗുണ്ടായിസം നടത്താനായിട്ട് ആരെങ്കിലും കൂടെ നടക്കുന്നുവെങ്കിൽ നിങ്ങളും തിരികെ ചിന്തിക്കേണ്ട. നീ കടന്നുപോയി ഞാൻ കണ്ടാവുണ്ട്. പക്ഷെ മ്യൂട്ട് ആക്കണേ, മ്യൂട്ട്. ജോസ് പാസ്റ്റർ ഏതാണ്ട് പറഞ്ഞാന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ യഥാർത്ഥത്തിൽ ഇവരിൽ ഭരിക്കുന്ന ആത്മാവ് അവസരവാദത്തിന്റെ പൈശാചിക ആത്മാവ് തന്നെയാണ്. യഥാർത്ഥ പെന്തക്കോസ്ത് നാളിൽ ലഭിച്ച ആത്മാവാണെങ്കിൽ തികച്ചും സത്യത്തിന്റെ ആത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. അവരെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കും. എനിക്കറിയാം, തൃത്വത്തിൽ അനേകര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട അനവധി ആൾക്കാരുണ്ട്. അനവധി ആൾക്കാരെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ പോലെ അനേക ദൈവദാസന്മാർ തൃത്വത്തിലുള്ള അനേകരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഒരുവനിലാണെങ്കിൽ അവൻ ഒരിക്കലും യേശുവിന്റെ നാമത്തെ പുച്ഛിക്കയില്ല, യേശുവിന്റെ നാമത്തെ നിന്ദിക്കയില്ല. അവൻ യേശുവിന്റെ നാമധാരിയായി ശക്തമായി വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി അവൻ നിലകൊള്ളും. ദൈവവചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ബ്രദർ സൈമൺ എന്തെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കന്മാരും എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ഇങ്ങനത്തെ പാസ്റ്റർമാരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അവർക്ക് എപ്പം അവസരം കിട്ടുന്നു അതനുസരിച്ച് അവർ അവരുടെ സ്റ്റാൻസ് മാറ്റുക. ജനങ്ങൾ ആരാ ഉള്ളത്? ഇപ്പം മുമ്പേ ഒരു മുസ്ലിം ആണെങ്കിൽ മുസ്ലിമിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ, ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിനെ സൂചിപ്പിക്കുക. അങ്ങനെ തന്നെ ഇവര് പാസ്റ്റർമാരും ഈ പറയുന്ന പോലെ തന്നെ എവിടെ നോക്കുമ്പം അവിടെ ഒരു തൃത്വം ഒരു വിഷയമാണെങ്കിൽ അവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികൾ എന്നുള്ള ആക്കി തീർക്കും. അതല്ല ഔട്ട് ഓഫ് ദ സഭയുടെ വേറെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് യേശു മാത്രമാണ് ദൈവം, യേശു മാത്രമാണ് രക്ഷകൻ എന്നുള്ള ഒരു ഇതങ്ങ് പിടിക്കും. പക്ഷെ ഈ ഒരു ഇത് വെച്ച് മനസ്സിലാക്കുന്ന ഒരു 2 പേര്, ഈ നേതാക്കന്മാർ, ഈ രാഷ്ട്രീയ നേതാക്കന്മാര് ഈ സഭയുടെ നേതാക്കന്മാരെ ഭരിക്കുന്ന ഒരേ ആത്മാവാണ്. അവര് ഈ പറയുന്ന പോലെ തന്നെ അവരുടെ വയറിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ലാഭത്തിന് വേണ്ടി അവർ ജനങ്ങളെ ഉപയോഗിക്കുന്നു. ജനങ്ങൾ എവിടെയെങ്കിലും പോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിലാന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം നടക്കണം, ബാക്കി ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ. അവർക്ക് രക്ഷ എന്ന് പറഞ്ഞിട്ട് അവർ നടക്കുകയും അവര് ഒരേ വാഗുകൊണ്ട് തന്നെ 2 രക്ഷകനാക്കും. 3 രക്ഷകൻ ഒരു തൃത്വത്തിന് പറയുമ്പോഴത്തേക്ക് 3 ഉണ്ടായി. ഓക്കെ, ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോവുക. ഒരു തമ്മിൽ രാഷ്ട്രീയവും ഈ മത നേതാക്കന്മാരിൽ ഒരു വ്യത്യാസം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ പറയാം. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിനകത്ത് കണ്ട വിശ്വാസം കണ്ടെത്തുക എന്ന് പറയുന്നത്. ഇങ്ങനത്തെ നേതാക്കന്മാരായി കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് എന്തോ വിശ്വാസം കാണും എന്നുള്ളൊരു ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അടുത്ത വീഡിയോ ഞാൻ പ്ലേ ചെയ്യട്ടെ. പുള്ളി ചാണ്ടി ഉമ്മനോട് പറയുന്നത് നമുക്കൊന്ന് ഇനി കേൾക്കാം. സഭ, അത് തെസലോനിക്ക സഭയാ. ദൈവത്തിന്റെ മകത്ത് ഇരുന്നാട്ടെ, ഞാൻ ചില കാര്യം പറഞ്ഞു തരാം. സ്തോത്രം.
ഇനി ഇടയ്ക്ക് ഓടിപ്പോരത്തില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അതൊക്കെ വിടാം. ഇത് പറഞ്ഞേച്ചേ, യേശു മാത്രമാ രക്ഷകൻ, മറ്റൊരുത്തൻ രക്ഷയില്ല. അന്തും ബിന്ദും കാണിച്ചു അന്തും ബിന്ദും ഒന്നും പറയരുത്. യേശു മാത്രമാ. നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയുള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. മറ്റൊരുത്തൻ, ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ, അറിയാമല്ലോ, ദൈവത്തിന്റെ മഹത്വം. യേശു മാത്രമാ ദൈവം, മറ്റൊരുത്തൻ രക്ഷയില്ല. ജനപ്രതിനിധിയാ, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, എന്നെയും സ്നേഹമാണെന്ന് എനിക്ക് അറിയാം. മറിയാമ്മ കൂടെ പറയുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അച്ചായനും എന്നെ ഒരിക്കൽ കാണണമെന്ന് ചിന്തിച്ചു, പക്ഷെ ഒത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് പറയാനുള്ളത്, യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. കൂടെ വന്ന ആള് നിങ്ങളോടും പറയാ, യേശു താമേ പറഞ്ഞു കൊടുക്കണം, യേശു മാത്രമാ രക്ഷകൻ. നരകവുമുണ്ട്, സ്വർഗവുമുണ്ട്. നരകത്തിൽ ചാകാത്ത പുഴു കെടാത്ത തീയുമുണ്ട്. സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാൻ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ശബരിമലയിൽ ദർശനം നടത്തി പുതുപ്പള്ളി കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രണ്ടാമത്തെ വീഡിയോ അദ്ദേഹത്തിന്റെ ഒരു കൺവെൻഷൻ വേദിയിലേക്ക് പുതുപ്പള്ളിയുടെ MLA, മുൻ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ കടന്നു വരുമ്പോൾ അദ്ദേഹത്തോട് യേശു മാത്രമാണ് രക്ഷകൻ, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, സ്വർഗത്തിൽ പോകണം, ഇല്ലെങ്കിൽ നരകത്തിൽ പോകും, അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടി ഉമ്മനെ രക്ഷിക്കപ്പെടുവാൻ ഉള്ള ആഹ്വാനം നൽകുന്നതാണ് നമ്മൾ കണ്ടത്. ഒന്നാമത്തെ വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായി രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്, ഒന്നാമത്തെ വീഡിയോയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വരുന്നവരെ അങ്ങനെ യേശുവിന്റെ നാമത്തിൽ മുങ്ങിച്ച് ഇങ്ങോട്ട് വന്നേക്കരുത്, നരകത്തിൽ പോകും എന്നൊക്കെ പറയുന്ന ആൾ രണ്ടാമത്തെ വേദിയിലേക്ക് വരുമ്പോൾ യേശു മാത്രമാണ് രക്ഷകൻ, അല്ലെങ്കിൽ യേശു മാത്രമാണ് ദൈവം എന്ന നിലയിലേക്ക് വന്നു. കർത്താവിന്റെ ദാസൻ ജോയ് പാസ്റ്റർ പറഞ്ഞതുപോലെ, ഈ ഇരട്ടത്താപ്പ് കേവലം അനീഷ് കാമാലത്തിന്റെ മാത്രം മുഖമുദ്രയല്ല, അത് ഷമീർ കൊല്ലത്തിൻ്റെതും അതെ, അതുപോലെ നമ്മുടെ ബദേലേജിയുടെ വർഗീസ് പാസ്റ്ററുടെ അതെ, അനിൽ കൊടിത്തോട്ടത്തിൻ്റെതും മുൻനിര പെന്റകോസ്റ്റൽ പാസ്റ്റർമാരുടെ എല്ലാവരുടെയും നിലപാടുകളാണ് വേദി അനുസരിച്ച് ഒന്നിന്റെ പോലെ നിറം മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഒരു പൊതുവേദിയിൽ വരുമ്പോൾ യേശു മാത്രം രക്ഷകനും, അവരുടേതായ വേദികളിലേക്ക് വരുമ്പോൾ ത്രിയേക ദൈവം എന്നുള്ള ഈ ഇരട്ടത്താപ്പ് ഇവരെല്ലാവരും വെച്ച് പുലർത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ബഹുമാന്യ ഓഡിയൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു തൃത്വ വിശ്വാസി ആയിക്കോട്ടെ, ഏകദൈവ വിശ്വാസി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഇവരുടെ ഈ രണ്ട് നിലപാടുകളെ നിങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുക. അതിലേതാണ് വിശുദ്ധ വേദപുസ്തകത്തിന് ആധാരമായിട്ടുള്ളത് എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയുവാനുള്ളത്. രണ്ടാമത്തെ വീഡിയോയിൽ കണ്ട ദൃശ്യങ്ങളെ ആസ്പദമാക്കിയും ഒന്നാമത്തെ വീഡിയോയിൽ പവർ പോയിന്റ് പ്രസന്റേഷനിൽ കൂടുതൽ വിശദീകരിക്കാത്തതുമായ കാര്യങ്ങളെ വിശദീകരിക്കേണ്ടതിന് വേണ്ടി ഞാൻ ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ബ്രദർ വിൽസൺ ബെഞ്ചമിനോട് ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ ആവശ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ കാണുന്നു, ഒന്ന് നമ്മൾ കുറച്ച് നാളുകൾ മുമ്പേ ചെയ്ത ഒരു വീഡിയോ, അതിൽ നിന്നാണ് നമ്മൾ കണ്ടത് യേശു ക്രിസ്തു മാത്രമല്ല ദൈവം എന്നുള്ള രീതിയിൽ. അതായത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ നാമമാകുന്നില്ല, അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും എന്ന് ഉരുവിടുമ്പോൾ മാത്രമേ അത് ദൈവത്തിന്റെ നാമം ആവുന്നുള്ളൂ എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ കേട്ടു. അതിന്റെ ഒരു പവർ പോയിന്റ് നമ്മൾ ഓൾറെഡി കണ്ടു ഇരിക്കുന്നു. അപ്പൊ ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ എന്താണ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ അനീഷ് കവാലം വെളിപ്പെടുത്തുന്നത്, രണ്ടാമത്തെ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നത്, യേശു ക്രിസ്തു മാത്രമാണ് ദൈവം. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ദൈവത്തിന് ഒരു നാമമുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത്, യേശു ക്രിസ്തു മാത്രം ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരു നാമം മാത്രമേ ഉള്ളൂ. ആ നാമം തന്നെയാണ് പിതാവിന്റെ നാമവും, ആ നാമം തന്നെയാണ് പുത്രന്റെ നാമവും, ആ നാമം തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ നാമവും. അതുകൊണ്ട് ദൈവത്തിന് ഒരു നാമം ഉണ്ടെങ്കിൽ യേശു ക്രിസ്തു എന്ന നാമം ആണ് എന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇവർ മാറ്റി മാറ്റി പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇദ്ദേഹം പറയുന്ന ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം 100% നമുക്കറിയാം.
മത്തായിയുടെ സുവിശേഷം 28:19 വാക്യം, ഒരൊറ്റ വാക്യം. അതിനകത്ത് മത്തായിയുടെ സുവിശേഷം എന്ന് നമ്മൾ പറയുന്ന ആ ലേഖനം എഴുതിയത് മത്തായി ആണ് അത് സാക്ഷ്യപ്പെടുത്തുന്നത്. മത്തായിയോടുകൂടെ ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാവരും അവിടെ മലയിൽ പോയി കർത്താവിന്റെ കൂടെ ഇരുന്ന് ആ കൽപ്പനകളെ പ്രാപിച്ചു. ആ അവിടെ കൽപ്പനകളെ എങ്ങനെ പാലിക്കണം എന്നുള്ള ഉപദേശം കൂടി അവിടെ പ്രാപിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നു. അപ്പൊ ഒരുക്കം കിട്ടിയത് അപ്പോസ്തോലന്മാർക്കാണ്. പിന്നെ ആ ഒരു ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നു, നമ്മുടെ അനീഷ് കാവാലം ബ്രദർ പറയുന്നുണ്ട്, ഇത് യേശു ക്രിസ്തു അല്ല പറഞ്ഞ, ഇനി വേറെ ഏത് മോൻ വന്ന് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കുമെന്നാ പറയുന്നത്. അപ്പം ഈ വേറെ മോൻ അല്ലാത്ത യേശു ക്രിസ്തു തന്നെ പറഞ്ഞ വാക്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 24:46 വാക്യം. അവിടെ പറയുന്നു, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് അപ്പോസ്തോലന്മാരോടാണ് പറയുന്നത്. അവരാണ് ഇതിന്റെ സാക്ഷികളാകുവാൻ പോകുന്നത്. യെരുശലേമിലാണ്, പെന്തക്കോസ് നാളിലാണ് ഈ പരിശുദ്ധാത്മാവ് വരുന്നത്. അവിടെ പത്രോസ് പറയുന്നു, ഈ സ്നാനം എന്തിനു വേണ്ടിയുള്ളതാണ്? മാനസാന്തരത്തിനും പാപമോചനത്തിനും ഉള്ളതാണ്. അത് ആരുടെ നാമത്തിലാണ്? ക്രിസ്തുവിന്റെ നാമത്തിലാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ ആണ് മാനസാന്തരവും പാപമോചനവും ഉണ്ടാകുന്നതെന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെയാ പറയുന്നത്. അല്ലാതെ അപ്പോസ്തോലന്മാരിൽ ആരുമല്ല പറയുന്നത്. ഒരു ലേഖനത്തിൽ ഒരു സാക്ഷ്യം മത്തായി ആണെങ്കിൽ ഒരു സാക്ഷ്യം ലൂക്കോസ് ആണ്. 2-3 സാക്ഷ്യം വെച്ചിട്ട് എന്തും ഉറപ്പിക്കാവുള്ളൂ എന്ന് വചനം കൂടി നമുക്ക് കിടപ്പുണ്ട്. അത് പഴയ നിയമമായാലും പുതിയ നിയമമായാലും രണ്ടിലും പറയുന്നു, 2-3 സാക്ഷ്യത്താൽ സകലതും ഉറപ്പിക്കുക. അങ്ങനെ അദ്ദേഹം പറയുന്നത് തന്നെയാണ് നമ്മൾ എന്നും പ്രഘോഷിക്കുന്നത്. യേശു ക്രിസ്തു മാത്രമാണ് ദൈവം. എന്തുകൊണ്ട്? ദൈവം ഒരുവൻ, കർത്താവ് ഒരുവൻ എന്ന് 1 കൊരിന്ത്യർ 12 വളരെ വ്യക്തമായിട്ട് പറയുന്നു. 1 കൊരിന്ത്യർ 8:6 പറയുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ ഒരേ ദൈവം, ഒരേ കർത്താവ് തന്നെയാണ് പിതാവ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും. ആര്? പിതാവ്. മക്കൾ ആരുടെ മക്കളാണ്? പിതാവിന്റെ മക്കൾ. സകല മനുഷ്യരും സൃഷ്ടിയാൽ ദൈവത്തിന്റെ മക്കളാകുന്നു. സൃഷ്ടി എന്ന ബന്ധത്തിൽ ദൈവം പിതാവാകുന്നു. അതുകൊണ്ട് ദൈവം സകലർക്കും പിതാവാകുന്നു. അപ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായത് കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അതാകുന്നു ഏകപുത്രൻ. അതായത് വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, ജഡം രക്തവും എടുത്ത ഏകപുത്രൻ. അതുകൊണ്ടാണ് ഗ്രീക്കിൽ അതിനെ യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ വാക്യം, 3-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിലുള്ള പറയുന്നത് മോനോ ജീൻസ് എന്ന് വെച്ചാൽ ഈ ജീൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവില്ലാതെ ആത്മാവിന്റെ പ്രവർത്തനത്താൽ മറിയയുടെ ഗർഭത്തിൽ ഉണ്ടായ അതുപോലത്തെ ഒരു പുത്രൻ മാത്രമേ ഉള്ളൂ. അതാരാണ്? പിതാവ് തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായിക്കൊണ്ടാണ്. അത് 1 കൊരിന്ത്യർ 12 തന്നെ പറയുന്നു, അവനവന് അതത് വരം കൊടുക്കുന്ന ഒരു ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നു. അപ്പോൾ ദൈവം ഒരേ ആത്മാവാൽ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, പണ്ട് പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചതും പുത്രനിൽ കൂടെ സംസാരിച്ചതും ഇന്ന് പുത്രന്മാരിൽ കൂടെ സംസാരിക്കുന്നതും ഒരേ ആത്മാവിൽ കൂടെ തന്നെ, ഒരേ ആത്മാവിന്റെ പല വരങ്ങൾ എടുത്തുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ബ്രദർ അനീഷ് കാവാലം 2 കാര്യങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. യേശു ക്രിസ്തു മാത്രം ദൈവം, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. എന്തുകൊണ്ടാണ് ഈ ദൈവം രക്ഷകൻ എന്നുള്ള 2 ടൈറ്റിൽ ദൈവം എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ദൈവം അല്ലാതെ വേറെ ഒരു രക്ഷകനുമില്ല, യേശു ക്രിസ്തു അല്ലാതെ വേറെ ഒരു രക്ഷകനുമില്ല എന്ന് യഹൂദൻ ആയ
അപ്പോസ്തോലൻ പറയുന്നതെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യെശയ്യാവിൽ കൂടെ ദൈവം പറയുന്നു, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. യെശയ്യാവിൽ കൂടെ തന്നെ ദൈവം പറയുന്നു, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ വേറെ ഒരു രക്ഷിതാവും ഇല്ല. അപ്പോൾ യഹോവയല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല, യഹോവയല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. ഇവിടെ അപ്പോസ്തോല പ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, വേറെ ഒരുത്തനുമില്ല. ദൈവം വേറെ ഒരുത്തനില്ല, രക്ഷിതാവ് വേറെ ഒരുത്തനില്ല. ദൈവത്തിന് ഒരു നാമമുണ്ടെങ്കിൽ ആ നാമം യേശു ക്രിസ്തുവിന്റെ നാമം തന്നെയാണ്. വേറെ ഒരു നാമത്തിലും രക്ഷയില്ല. അങ്ങനെ പറയുമ്പോൾ ഒരു ദൈവം മാത്രം, ആ ദൈവം തന്നെ യഹോവ, ആ ദൈവം തന്നെ യേശു ക്രിസ്തു എന്ന നാമം എടുത്തു വന്നു. ഈ ലോകത്തിൽ രക്ഷയുടെ വേലയ്ക്കായി പുതിയ നിയമത്തിൽ തന്റെ ജനത്തോട്, ആര്? യഹൂദരായ ജനത്തോട്, അവൻ അവന്റെ ജനത്തെ പാപത്തിൽ നിന്നും വിടുവിക്കുന്നതിനാൽ അവന്റെ നാമം യേശു ക്രിസ്തു എന്ന് വെക്കുക. ഈ കർത്താവായ യേശു ക്രിസ്തു, അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5:43 പറയുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ ഒരുത്തൻ അവന്റെ സ്വന്തം നാമത്തിൽ വരുമ്പോൾ നിങ്ങൾ അവനെ കൈക്കൊള്ളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിതാവിന്റെ നാമം എപ്പോഴും വെളിപ്പെടുത്തുന്നതാണ് പുത്രൻ. അദൃശ്യനായ ദൈവത്തിന്റെ വെളിപ്പാടാണ് പുത്രൻ. ആ അദൃശ്യനായ ദൈവത്തിന്റെ നാമത്തെ വെളിപ്പെടുത്തുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷയുടെ നാമത്തെ വെളിപ്പെടുത്തുന്നതാണ് കർത്താവിന്റെ വെളിപ്പാട്. അതായത് അദൃശ്യനായ ദൈവത്തിന്റെ വെളിപ്പാടായ പുത്രത്വം, അല്ലെങ്കിൽ ദൈവം എടുത്ത മനുഷ്യത്വം. ഇത് ഇവർ ഇഗ്നോർ ചെയ്തിട്ടാണ് ചില വേദികളിൽ മറ്റ് രീതിയിലും ചില വേദികളിൽ അവർക്ക് സൗകര്യം പോലെ പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തോട് ഇത് പറയുന്നത് എന്ന് നമുക്കിനി മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ കാണാം. താങ്ക് യു. പാസ്റ്റർ ജോയ് കെ ജോസഫ് ഇതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഒന്നാമത് അദ്ദേഹം തെസലോനിക്ക സഭയെ കുറിച്ച് പറഞ്ഞു. ഈ അനീഷ് കാവാലം തെസലോനിക്ക സഭയുടെ യോഗ്യത, തെസലോനിക്ക സഭ ആരായിരുന്നു എന്ന് പോലും അദ്ദേഹത്തിന് ബോധമില്ല. അദ്ദേഹം അംഗീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം അത് വേറൊരു ആത്മാവിൽ കിടക്കുന്നത് കൊണ്ട് ഈ തെസലോനിക്ക സഭയെ സംബന്ധിച്ച് ബൈബിളിൽ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാലും അദ്ദേഹത്തിന് വേണ്ടി, ഈ അനീഷ് കാവാലത്തിന് വേണ്ടി ഞാനൊന്ന് വായിക്കാൻ പോവാ. തെസലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: സഹോദരന്മാരെ, യഹൂദിയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു എന്നാണ്. അത് POC ബൈബിളിലേക്ക് നമ്മൾ വരുമ്പോൾ യഹൂദയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളാണ് എന്ന് അവിടെ വ്യക്തമാക്കുക. അതിന്റെ അർത്ഥം അനീഷ് കാവാലം മനസ്സിലാക്കണം, തെസലോനിക്കയിലുള്ളവരെ യേശു ക്രിസ്തുവിന്റെ നാമക്കാരായിരുന്നു, യേശുവിന്റെ നാമത്തിലെ സഭയിലെ അംഗങ്ങളായിരുന്നു എന്ന് മാത്രം അദ്ദേഹത്തിനൊന്ന് ബോധം വരുന്നെങ്കിൽ വരട്ടെ, അതിനുവേണ്ടി മാത്രം അത് പറയുകയാണ്. രണ്ടാമത് കർത്താവിന്റെ ദാസൻ പ്രിയ വിൽസൺ ബ്രദർ പറഞ്ഞ അതിനോട് ചേർന്ന് ഞാൻ 1-2 വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് യെശയ്യാ പ്രവചനം 45-ന്റെ 15-ാം വാക്യം: ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവും ആയുള്ളവയെ നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. അപ്പൊ ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവും 2 വ്യക്തികളല്ല, ഒരാൾ തന്നെയാണ്. അതിന്റെ മറ്റൊരു തെളിവും കൂടെ 45-ാം അധ്യായത്തിന്റെ 21 മുതൽ അതിന്റെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഞാൻ അല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ അല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവും ഇല്ല. സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവിൻ, ഞാൻ അല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ. അപ്പം ദൈവവും രക്ഷകനും ഒരുവനാണ്. എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രവചനമാണ്. അതാണ് കാൽവരി ക്രൂശിൽ നടന്നത്. സകല ഭൂസിമാവാസികളുമായുള്ളവരെ അവൻ എന്നിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, മറ്റൊരുത്തൻ രക്ഷയില്ല എന്നുള്ള ആ ആശയവും അതിനോട് ചേർന്ന് ഈ അനീഷ് കാവാലം പഠിക്കേണ്ട മറ്റൊരു വാക്യം തീത്തോസ് 2:12 തീത്തോസ് 2:12 വായിക്കുന്നത് അവൻ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു എന്നാണ്. ഇത് 2 വ്യക്തികളല്ല എന്ന് മനസ്സിലാക്കണം. ഇത് ഈ അവസരവാദം പോലെ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കരുത്. ഇങ്ങനെയുള്ള വഞ്ചന ആ സഹോദരൻ നിർത്തുന്നത് നല്ലതാണ്. വചനം പഠിക്കേണ്ട വിധത്തിൽ പഠിച്ച്
മാനസാന്തരപ്പെട്ട് പാപമോചനത്തിന് വേണ്ടി ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്നാനമേറ്റ് അത്രയും നിന്ദിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഈ തൃത്തക്കാർ നിന്ദിക്കുന്നവരെല്ലാം ഈ പാപമോചനത്തിന് വേണ്ടിയുള്ള സ്നാനം സ്വീകരിക്കാതെ അവരറിയാതെ സാത്താനിക ഉപദേശത്തിന്റെ അടിമയായി നിന്നുകൊണ്ട് അവര് ആ യേശുവിന്റെ നാമത്തെ നിന്ദിക്കുകയും അതുകൊണ്ട് നിങ്ങള് എത്രയും വേഗം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാവങ്ങൾ കഴുകിക്കളയുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. യേശുക്രിസ്തു ഒന്നാണ്, ഒരു ദൈവം, ഒരു രക്ഷിതാവ്, രണ്ട് വ്യക്തികളില്ല എന്ന് ഞാന് പ്രിയ ഞങ്ങളുടെ സഹോദരനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ വിൻസെന്റ് ബ്രദറിനോട് ചേർന്ന് ഞാൻ പറയുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സൈമൺ ബ്രദർ എന്തെങ്കിലും ചർച്ചയുണ്ടോ? ഇല്ല, എനിക്ക് ഇതിനകത്തൊന്നും ആഡ് ചെയ്യാനില്ല. ഞാൻ ഓൾറെഡി അതിനകത്ത് ഫസ്റ്റ് ഇതിനകത്ത് കവർ ചെയ്തില്ല. രണ്ടുപേരും കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അത് ശബരിമല ദർശനത്തിന്റെ വീഡിയോ കൂടെ എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. ശബരിമലയിൽ ദർശനം നടത്തി പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ പമ്പയിൽ നിന്ന് ഇരുമുടി കെട്ടിയാണ് ചാണ്ടി ഉമ്മൻ മല ചവിട്ടിയത്. ഇത് രണ്ടാം തവണയാണ് ചാണ്ടി ഉമ്മൻ ശബരിമലയിൽ ദർശനം നടത്തുന്നത്. ആരെയും അറിയിക്കാൻ ദർശനത്തെത്തണം എന്നതായിരുന്നു ആഗ്രഹമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ എളുപ്പത്തിൽ മല കയറിയെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ച് ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായി ജീവിച്ചു വന്ന് കേരളത്തിലെ ജനതകളുടെ ഇടയിൽ, മലയാളം സംസാരിക്കുന്നവരുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു പൊതുപ്രവർത്തകനും ജനസേവകനുമായിരുന്നു ബഹുമാന്യ ചാണ്ടി ഉമ്മൻ MLA പിതാവ്. 50 വർഷം കേരള നിയമസഭയിൽ ഒരു പ്രാവശ്യം പോലും തോൽക്കാതെ 13 ടേമിലായി 50 വർഷത്തിൽ ചെല്ലുവാനും MLA ആയും അതിൽ 3-4 ടേം മുഖ്യമന്ത്രിയായും കേരള സംസ്ഥാനത്തിൽ ഇന്ത്യയിലുടനീളം വളരെ പ്രശസ്തി നേടിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായ ഉമ്മൻചാണ്ടിയുടെ മകനാണ് ചാണ്ടി ഉമ്മൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്ന സമീപകാല ഭാവിയിൽ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് അദ്ദേഹത്തിന് MLA ആയി ജയിക്കാൻ കഴിഞ്ഞെങ്കിലും ഒരു ഉമ്മൻചാണ്ടി ആവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി ഒരു കൃത്രിമ ജനപ്രിയ പരിപാടികളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെയെല്ലാം ഓടിച്ചാടി നടന്ന് ജനങ്ങൾ കൂടുന്നിടത്തെല്ലാം ഇത്തരം കാര്യങ്ങൾ മുഴുകുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അമ്മയാകട്ടെ വളരെ ബൈബിൾ അവരുടെ സഭകൾ പ്രസംഗിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ്. എന്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഇങ്ങനെ ഒരു സാഹസം കാണിച്ച് ശബരിമലയ്ക്ക് പോയി എന്നുള്ള കാര്യം ഒരുപക്ഷെ ചാണ്ടി ഉമ്മന് പോലും അറിയില്ലായിരിക്കാം. ചാണ്ടി ഉമ്മന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് അനലൈസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒരു പൊളിറ്റിക്കൽ ഹൈപ്പിന്റെ ഷാഡോയിൽ മാത്രം നിൽക്കാനുള്ള ഒരു കാലിബർ മാത്രമേ ചാണ്ടി ഉമ്മനുള്ളൂ. ഞാൻ ചാണ്ടി ഉമ്മനേക്കാൾ ഈ തലമുറയിൽ, ഈ ജനറേഷനിൽ തന്നെ കോൺഗ്രസിനകത്ത് വളരെ കഴിവുറ്റ ചെറുപ്പക്കാരുണ്ട്. അപ്പൊ കഴിഞ്ഞ പാലക്കാട് ഇലക്ഷനോടനുബന്ധിച്ച് ചാണ്ടി ഉമ്മന് കുറച്ച് സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു അവസ്ഥ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായി. അതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ ചില കലാപങ്ങളും അദ്ദേഹം ഉയർത്തിയിരുന്നു. അപ്പോൾ ഒരു ജനസമ്മതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശബരിമലയ്ക്ക് പോയി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അപ്പോൾ ഒരു സ്ഥലത്ത് അനീഷ് കാവാലം ചാണ്ടി ഉമ്മനോട് പറയുന്നു, മറ്റൊരുത്തരിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, രക്ഷിക്കപ്പെടണം ഇല്ലെങ്കിൽ നരകത്തിൽ പോകും എന്ന് പറയുന്നു. അപ്പോ ഈ വിഷയത്തെ സംബന്ധിച്ചും പാനലിസ്റ്റുകളായിട്ടുള്ള ബ്രദർ സൈമൺ വിൽസൺ, അതുപോലെ പാസ്റ്റർ ജോയ് കെ ജോസഫ് എന്നിവർക്കുള്ള പ്രതികരിക്കാനുള്ള സമയമാണ്. ബഹുമാന്യ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ് ഈ വിഷയത്തിൽ പ്രാഥമികമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നതായിരിക്കും. കർത്താവിന് സ്തോത്രം. ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സത്യം അറിയുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഇദ്ദേഹം കഴിഞ്ഞ ഇലക്ഷൻ ഉമ്മൻചാണ്ടി സാറ് മരിച്ച സന്ദർഭങ്ങളിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. പറഞ്ഞു, ഇവിടെ പല ചാനലുകാർ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നു. ഇദ്ദേഹത്തിന്റെ മാതാവും അപ്പനെ ചികിത്സിക്കുന്നില്ല, അവര് അവിടെയുള്ള സിലോൺ പെന്തക്കോസിൽ പോയി പ്രാർത്ഥന കൂടുന്നവരാണ്,
അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണ് അവര് ഈ ഓർത്തഡോക്സ് മതം വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ആ പ്രചരണം ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് പറഞ്ഞാൽ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചത്. കാരണം ചാനലിലൂടെ വന്നു, താന് 2 വട്ടം പോയെന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ശബരിമലയ്ക്ക് പോയെന്നാണ് പറയുന്നത്. ഒരിക്കലും യേശുവിനെ കണ്ടുമുട്ടിയ ഒരുവൻ, യേശുവിനെ യഥാർത്ഥമായിട്ട് കണ്ടുമുട്ടിയ ഒരുവൻ ഒരു വിഗ്രഹാരാധനയ്ക്ക് പോകില്ല. വിഗ്രഹാരാധന ഹിന്ദുക്കൾക്ക് ഉള്ളതാണ്, അവരതിൽ വിശ്വസിക്കുന്നു, അവരതിൽ വിശ്വസിക്കുകയും അവർ പോവുകയും അവരുടെ ആചാരമാണ്, അത് അവർ നടത്തുന്നത് അവരുടെ മതത്തിന്റെ ആചാരം അനുസരിച്ച് അത് അവർക്ക് ശരിയാണ്. എന്നാൽ ബൈബിൾ വിശ്വസിക്കുന്ന ഒരുവന് ഒരിക്കലും അത് ശരിയല്ല. അപ്പൊ താൻ ബൈബിള് വിശ്വസിക്കുന്നില്ല, താന് അമ്പലത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന ഒരു നിലയിലേക്ക് തരം താഴ്ന്നു പോവുകയാണ് എന്ന് ഇപ്പോൾ നമ്മുടെ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ജോസ് ഫറീസ് പാസ്റ്റർ പറഞ്ഞോടുകൂടി നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം താന് ആരാണെന്ന് തന്നെ തനിക്ക് തന്നെ ബോധമില്ല. തന്റെ ലക്ഷ്യം എന്താണ്? രാഷ്ട്രീയത്തിൽ പലരുമുണ്ട്, പല ദൈവത്തെ ഭയപ്പെടുന്നവരുണ്ട്, ദൈവവചനം അനുസരിക്കുന്നവരുണ്ട്, അനേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുന്നത് എനിക്കറിയാം, അനേകരുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താ ഇതൊരു അവസരവാദത്തിന്റെ ഒരാളാണ് ഈ ചാണ്ടിയുമ്മൻ. ഈ അവസരവാദത്തിന് സ്റ്റേജിൽ പ്രത്യേക ക്ഷണം കൊടുത്ത്, ഏത് സ്റ്റേജിൽ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന സ്റ്റേജിൽ വിളിച്ചു വരുത്തി, ഒരു വിഗ്രഹാരാധിയായിരിക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി അനുഗ്രഹിക്കുന്ന ഒരവസരവാദം. ഇത് രണ്ടും ഒരേ നാണയത്തിന്റെ 2 തുട്ടുകളാണ്. ഈ അനീഷ് കാവാലവും ഈ ചാണ്ടിയുമ്മനും എന്ന് മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവും ഇല്ല. കാരണം യഥാർത്ഥത്തില് ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥമായി ബൈബിൾ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും വിഗ്രഹാരാധനയിലേക്ക് പോയി അതിന്റെ മുൻപിൽ അവരുടെ ആചാരം അനുസരിച്ച് പോകാൻ ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ അത് തന്നെയല്ല ഒരു ദൈവ പൈതലിന് യഥാർത്ഥത്തില് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന സ്റ്റേജ് ആരുടേതാണ്, അവിടെ ആര് നിൽക്കേണ്ട സ്ഥലമാണെന്നുള്ള ബോധം ഒരു ദൈവദാസന്മാർക്കുണ്ടാകണം. ഇന്ന് തൃത്വ പെന്തക്കോസ്തിലെ പല സ്റ്റേജുകളിലും ദൈവദാസൻ ആത്മാവിൽ ആരാധിക്കുന്നവരെന്ന് പറയുന്നവരുടെ നടുവിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ആ സ്റ്റേജ് കൊടുക്കുക എന്നുള്ളത് ദൈവവചനത്തിന് വിരുദ്ധമാണ്, അത് അനീതിയാണ്. അവർക്ക് വേണ്ടി വേറൊരു സ്റ്റേജ് ഒരുക്കണം, എന്നിട്ട് അവരുടെ വിശ്വാസികളെ എല്ലാം വിളിച്ചിരുത്തി അവരുടെ പ്രസംഗം കേൾക്കണം, അവരുടെ ആചാരം കേൾക്കണം. ഇതൊരു ശൈലിയായിട്ട് മാറിയിരിക്കുക. ഇത് തികച്ചും അവസരവാദമാണ്, ദൈവജനത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശവും തെറ്റാണ്. അദ്ദേഹം യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം ത്തെക്കുറിച്ച് എതിർക്കുന്നു. അതുപോലെ തന്നെ യേശു മാത്രമേ ദൈവമുള്ളെന്ന് പറയുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാരെന്ന് പറയുകയും അവിടെ രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടെ കയറ്റിയിരുത്തി അവരുടെ പ്രസംഗം കേൾക്കുക, ഇതെല്ലാം അനീതിയാണ്, വചനത്തിന് വിരുദ്ധമാണ്. അതിന് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം അതിനെതിരാണ് എന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രദർ വിൽസൺ. പ്രൈസ് ലോർഡ്. നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ട് രാഷ്ട്രീയക്കാരനായ ചാണ്ടിയുമ്മൻ അദ്ദേഹം ഈ ഒരു മലയ്ക്ക് കയറാൻ പോവുകയും അദ്ദേഹം ആ ദേവനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനൊന്നും നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് എവിടെ പോകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പൊ നമുക്ക് അതിന് ഉള്ള അധികാരമില്ല. പിന്നെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഏറ്റവും വലിയ ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദിയിൽ പോയിട്ട് യേശു മാത്രം ദൈവമെന്നോ അല്ലെങ്കിൽ വേറെ ഒരാള് ആ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയാനുള്ള ഒരു കാര്യം അയാൾക്ക് വരുത്തില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വോട്ട് പിടിക്കണം. അയാളെ സംബന്ധിച്ചോളം അയാളുടെ സർവീസ് മറ്റുള്ളവർക്ക് വിൽക്കുകയാണ്. അപ്പം ആ ഒരു വിൽപ്പനയ്ക്ക് വേണ്ടി അദ്ദേഹം കേൾക്കുന്നവരെ കാത് സൂഹിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ അദ്ദേഹം പറയത്തുള്ളൂ.
പക്ഷെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് കാവാലത്തിന്റെ രണ്ട് സുവിശേഷമാണ്. ഒന്ന്, അദ്ദേഹം കൺവെൻഷൻ വേദിയില് അവരുടെ തൃത്വവിശ്വാസികൾ മാത്രമുള്ളപ്പം പറഞ്ഞ ഒരു സുവിശേഷവും, പിന്നെ അന്യ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഈ ചാണ്ടി ഉമ്മൻ കയറി വന്നപ്പോൾ ആ ചാണ്ടി ഉമ്മനോട് പറഞ്ഞ സുവിശേഷവും തമ്മിൽ നമ്മൾക്ക് പറയുന്ന ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാനുണ്ട്. ഒരിടത്ത് പറയുന്നു യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ മാത്രം ദൈവമാകത്തില്ലെന്നും, ഒരു എടുത്ത് പറയുന്നു യേശു ക്രിസ്തു മാത്രമേ ദൈവമുള്ളൂ. അപ്പോൾ ഇദ്ദേഹവും ആ ചാണ്ടി ഉമ്മന്റെ പോലെ ഒരു അവസരവാദിയാണ് എന്ന് നമ്മൾ ഇവിടെ കാണുന്നു. കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യദേവന്മാരെ ആരാധിക്കുന്നെന്ന് കാണുമ്പോൾ മാത്രം ഒരു ദൈവത്തെ പറ്റിയുള്ള പ്രസംഗം, ആ ദൈവം യേശു ക്രിസ്തു മാത്രമാണ് എന്ന് പറയുന്നതും, അല്ലാത്ത സമയത്ത് സ്വന്തം വിശ്വാസികളിൽ ആരെങ്കിലും വന്നിട്ട് അപ്പോസ്തോലന്മാര് മാതൃക കാണിച്ചു തന്നത് പരിശുദ്ധാത്മാവാൽ അവർക്ക് വെളിപ്പെട്ട ഏക സ്നാനം എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന സ്നാനം യേശു ക്രിസ്തുവിന്റെ സ്നാനമാണെന്ന് പറയുമ്പോൾ ആ സ്നാനത്തെ കൂട്ടിക്കളയുന്ന തരത്തിലുള്ള പ്രസംഗമാണ് നമ്മൾ ഇതിനു മുമ്പേ ഉള്ള വീഡിയോയ്ക്കകത്ത്, ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കണ്ടത്. അപ്പൊ ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും, ഒരു രാഷ്ട്രീയക്കാരനെ പോലെ വന്നിട്ട് ഇപ്പം നമ്മൾ കാണുന്നു പല വലിയ രാഷ്ട്രീയക്കാരും അവര് ക്രിസ്മസ് വരുമ്പം യേശുദേവൻ ഭയങ്കര ഉന്നതനായ ഒരു ദൈവനാണെന്നും, പിന്നെ അവര് തന്നെ മുസ്ലിങ്ങളുടെ ഈദിന് പോയിട്ട് അവരുടെ ദൈവം കറക്റ്റ് ദൈവമാണെന്നും വലിയ മഹത്തായ അവരുടെ വിശ്വാസമാണെന്നും, ഹിന്ദുക്കളുടെ ഇതിൽ പോയിട്ട് അവരോടും അങ്ങനെ തന്നെ പറയുന്ന ആ രീതിയിൽ തന്നെ മാറ്റി പറയുന്ന ഈ അപ്പോസ്തോലന്മാർക്ക് ഒരു സുവിശേഷം മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അവർ പറയുന്നത് ഒരു ആത്മാവ്, ഒരു സ്നാനം, ഒരു വിശ്വാസം, ഒരേ ആത്മാവും ദൈവവും പിതാവും ആയവൻ ഒരുവൻ, ദൈവവും പിതാവും ആയവൻ ഒരുവൻ. അപ്പൊ ആ ഒരു ദൈവത്തെ മാത്രം പ്രസംഗിച്ച അപ്പോസ്തോലന്മാർക്ക് ഉവ്വെന്ന് പറയുമ്പോൾ ഉവ്വെന്ന് മാത്രം പറയുന്ന ആ അപ്പോസ്തോലന്മാരുടെ പിൻഗാമിയായിട്ട് നിൽക്കുന്നവരാണോ ഇങ്ങനെ ഈ ഇരട്ടത്താപ്പും കൊണ്ട് നടക്കുന്നത്? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവര് അപ്പോസ്തോലന്മാരുടെ പിൻഗാമികളല്ലെന്ന് നമുക്ക് അറിയുവാൻ വേണ്ടി ഇതിനെക്കാട്ടിൽ വലിയ ഒരു പ്രൂഫ് വേറെ വേണ്ട. നമ്മൾ കാണുന്നു പൗലോസും മറ്റ് അപ്പോസ്തോലന്മാരും പല വേദികളിൽ കടന്നു പോകുന്നു, അവര് പല സംസ്കാരങ്ങളിൽ കടന്നു പോകുന്നു. അവരുടെ സംസ്കാരങ്ങൾ പോയിട്ട് അവരൊരിക്കലും അവരുടെ ദേവന്മാരെ മഹത്വീകരിക്കുകയല്ല, അവര് ക്രിസ്തുവിനെ മാത്രം അവിടെ മഹത്വീകരിച്ചുകൊണ്ടാണ് അവരെ ക്രിസ്ത്യാനികൾ എന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അനുഗാമികൾ എന്ന് അവർ വിളിക്കപ്പെട്ടത്. അവർക്ക് വേറെ ഒന്നും പ്രസംഗിക്കാനില്ലായിരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമമായിരുന്നു അവർക്ക് പ്രസംഗിക്കാനുള്ളത്. യേശു ക്രിസ്തു എന്ന ഏകനെ പറ്റിയായിരുന്നു അവർക്ക് പ്രസംഗിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വെച്ച് മനസ്സിലാക്കേണ്ടത്, അനീഷ് കാവാലം പോലുള്ള ഈ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്ന സഹോദരങ്ങൾ, അവരെ പ്രത്യേകം സൂക്ഷിക്കുക. അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടതാണ്. പല സമയത്തും അവസരവാദം ഇത് ചെയ്തുകൊണ്ട് അവർ പല രീതിയിൽ സംസാരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. താങ്ക് യു. താങ്ക് യു ബ്രദർ സൈമൺ, ഇതിനോട് എന്തെങ്കിലും ചാണ്ടിയുമ്മന്റെ മലകയറ്റവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല, ഞാൻ ഓൾറെഡി കവർ ചെയ്ത. അതുമല്ല, നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ടച്ച് ചെയ്ത്, എല്ലാ പോയിന്റും ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ആ, കർത്താവിന് സ്തോത്രം. ഞങ്ങള് ബഹുമാനപ്പെട്ട പെന്റകോസ്റ്റൽ പാസ്റ്റർ അനീഷ് കാവാലത്തിന്റെ 2 സ്റ്റേജിലുള്ള വീഡിയോകൾ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്ന പ്രമേയത്തെ ആസ്പദമാക്കിയും യേശുക്രിസ്തുവിന്റെ ദൈവത്തെ സംബന്ധിച്ചും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവ വിശ്വാസത്തെ സംബന്ധിച്ചും ഒരാൾ തന്നെ 2 വ്യത്യസ്ത വേദികളിൽ 2 തരത്തിൽ പ്രസ്താവിക്കുന്നതിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശമാണ്. ഈ വീഡിയോയിൽ 2ാമത്തെ വീഡിയോയിലും 3ാമത്തെ വീഡിയോയ്ക്ക് ആധാരമായിരിക്കുന്ന വ്യക്തി പുതുപ്പള്ളിയിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ സീറ്റിൽ ജയിച്ചു വന്ന ചാണ്ടി ഉമ്മൻ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് അനീഷ് കാവാലത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ
എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു കുടുംബം അച്ചായനെ വന്ന് കാണാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ കാണാൻ വിചാരിച്ചു, പ്രാർത്ഥിച്ചു, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. അമ്മാമ്മ എനിക്കറിയാം, വളരെ പ്രാർത്ഥിക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില മുഖസ്തുതികളും പറഞ്ഞു. ചാണ്ടിയമ്മനെ പോലുള്ള ഒരാൾ അവരുടെ ഏതെങ്കിലും വേദിയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ അത് അവരെ വലിയൊരു മൈലേജിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ചാണ്ടിയമ്മൻ ഒരു പൊളിറ്റിക്കൽ നേതാവിന്റെ എല്ലാ ഫ്ലെക്സിബിലിറ്റിയും ഉപയോഗിച്ച് ഒരു മറുപടിയും പറയാതെ അദ്ദേഹം ആ സ്ഥലത്ത് പിടിതരാതെ ഒരു വരാൽ പോലെയുള്ള മീൻ ചെയ്യുന്ന പോലെ വളരെ നൈസായിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് ഇദ്ദേഹമല്ല, അനിൽ കൊടുത്തോട്ടമല്ല കേരളത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റൽ പാസ്റ്റർ വന്നാലും ഒരു നിയമസഭാ സാമാജികൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ വേദികളിലും ബഹുമാനപ്പെട്ട സൈമൺ ബൊൽസംബ്ര പറഞ്ഞതുപോലെ എവിടെ ചെന്നാലും അവരുടെ ദൈവം വലുതെന്ന് പറയുന്ന ഒരു നിലപാടാണ് അവർക്കുള്ളത്. അപ്പോൾ അതിന്റെ ശിക്ഷാവിധിയോ നന്മയോ അതെന്തുമായാലും അത് അവർക്ക് മാത്രമുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ പ്രസംഗത്തിന് വിഷയഭവിച്ചിട്ടുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് അനീഷ് കാവാലം മാത്രമാണ്. ഒരുപക്ഷെ അനിൽ കാവാലം മാത്രമല്ല, അദ്ദേഹത്തെ പോലെ വ്യത്യസ്ത വേദികളിൽ ഇരട്ട നിലപാടുകൾ സ്വീകരിക്കുന്ന ഷമീർ കൊല്ലമായാലും അതുപോലെ തന്നെ അതായത് ജോബി ടി അലക്സ് ആയാലും അതുപോലെ ജോബി ഹാൽവിൻ ആയാലും അതുപോലെ അനിൽ കൊടുത്തോട്ടമായാലും ഇങ്ങനെ മുൻനിര പാസ്റ്റേഴ്സിനെല്ലാം ഈ രണ്ടുവിധ നിലപാടുകളുണ്ട്. ഈ രണ്ടുവിധ നിലപാടുകൾ സാധാരണഗതിയിലുള്ള ട്രിനിറ്റി വിശ്വാസികൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദോഷമായി നമുക്ക് പറയാനുള്ളത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എല്ലാ നിലപാടുകളെയും വളരെ പ്രഥമ ദൃഷ്ടിയാ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം നമ്മൾ ദൈവവചനം അനുസരിച്ച് പ്രവർത്തിക്കുകയും ദൈവവചനത്തിന് മൊത്തം 66 പുസ്തകങ്ങളുള്ള മുഴുവൻ വചനങ്ങളെയും നമ്മൾ ദൈവിക ശ്വാസത്താൽ ഉളവാക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. മറിച്ച് അവർ വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോഴും അനേക വചനങ്ങൾ അവർക്ക് പുറത്തെടുത്ത് പറയാനോ ഇന്റർപ്രറ്റ് ചെയ്യാനോ സാധിക്കാത്ത വിധത്തിൽ ഏകദൈവ വിശ്വാസിക്ക് ഏകദൈവത്തെക്കുറിച്ച് സ്പെസിഫിക്കായി പറയുന്ന വാക്യങ്ങളോ സ്നാനത്തെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളോ യഥാർത്ഥ സത്യസ്നാനമോ അവർക്ക് തുറന്നു പറയാൻ കഴിയാത്തതുകൊണ്ട്, അങ്ങനെ പറയുന്ന നിമിത്തം അവരുടെ സഭ ഉടഞ്ഞു പോകുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ചാഞ്ചാട്ടങ്ങൾ അവർക്ക് നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ നൃത്തക്കാരുടെ ഒരവസ്ഥ. ഇത് മെയിൻ സ്ട്രീം പെന്തക്കോസ്റ്റൽ സഭകളും ബ്രദറൻ സഭകളും ബാപ്റ്റിസ്റ്റ് സഭകളും ഈവൻ സാൽവേഷൻ ആർമി തുടങ്ങി എല്ലാ ഈവൻ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകളും അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന് ഒരു ഉത്തരം നൽകുവാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വിഭാഗമുണ്ടെങ്കിൽ ഏകദൈവ വിശ്വാസികളായ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, നമുക്ക് ഇവരെല്ലാം വചനപ്രകാരം ചെറുത്തു നിൽക്കുവാനും ചോദ്യം ചെയ്യുവാനും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷങ്ങളിലെ നമ്മുടെ വീഡിയോയുടെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ അതിൽ നമ്മൾ നിരവധി വീഡിയോകൾ കൗണ്ടർ വീഡിയോകളായിട്ടും അനവധി ആളുകളെ കൊണ്ടുവന്ന് നമ്മൾ ഡിബേറ്റ് നടത്തിയിട്ടുണ്ട്. ഇന്ന് വരെയും അവരുടെ വാദമുഖങ്ങൾ തെളിയിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം, ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്, ഇതിനകത്ത് ഒരുപാട് മിസ്റ്ററി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് തുടർന്നും ഇതിൽ നിന്മേൽ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോവുകയും പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ സത്യം ഞങ്ങളെ കേൾക്കുന്ന ബഹുമാന്യ പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുത്തുവാനുള്ളത്, ബറവായിലെ വിശ്വാസികളെ പോലെ നിങ്ങൾ ഇവരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ട് അങ്ങനെ പോകാതെ, അത് തെസ്സലോനിക്കക്കാർ ഉത്തമന്മാരാണ് ബറോവാക്കാർ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിച്ചിട്ട് ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗകനായി നിങ്ങൾ വിളിച്ചുകൊണ്ടുവരുന്ന അല്ലെങ്കിൽ നിങ്ങൾ പോയി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രസംഗത്തെ തിരുവെഴുത്തുകൾ പ്രകാരം വിലയിരുത്തണമെന്നും യേശുക്രിസ്തുവിലൂടെ മാത്രം മാനവജാതിക്ക് നൽകപ്പെട്ട ഏകരക്ഷ അവന്റെ നാമത്തിലുള്ള മാനസാന്തരവും പാപമോചന സ്നാനത്തിലൂടെ ആണെന്നും സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ് സർവശക്തനായ ദൈവമെന്ന് വെളിപ്പാട് ദിവസം 1:8 പറയുന്ന ആ ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച ഈ വീഡിയോ ഒരു കാരണമായി തീരട്ടെ എന്നും ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയിൽ പങ്കെടുത്ത് സഹകരിച്ച എല്ലാ ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.